On behalf of the festival, I would like to welcome you all and thank you all for sharing your film. Of course, Sanal is a old friend of the festival, old friend and foe of the festival, let us say. But but this is what it is about. I think criticism is as much a part of how we grow and change. So it's important, of course. But unfortunately, this year is going to be a little bit more curtailed. Though we are traveling, it's not going to be so easy for everybody to come, we know it. So we are recording these sessions, and these sessions will be screened at the theaters. We are having sessions just for recordings, plus we will be putting it up on our channel for people to hear and talk about the film. So I'm happy to introduce Bandhu Prasad. Bandhu has been a long associate of the festival. He is cultural manager, let us say. He runs a concern called Trivia Arts. He does curation, writing, has been involved in theater, and also a very close collaborator in the festival. So he will be doing this conversation. We intended to be a kind of mix, as I told Manju, English and Malayalam, because once it's out on the, on the channel, it's nice that people from other places can also sort of have access to it. So thank you all for being here. Thank you for sharing your film. And, pleasure, Jechu. Yeah, and we look forward to seeing you all at the festival in person also, if not all through, somewhere or the other. Sanal, you must try and come. Okay. Yeah. Okay. Yeah. Okay. So now over to Bandhu. Thank you. Thank you so much. Bye, Jechu. Yes, Bye, thank you, bye, Jechu. bye. Thank you. Thank you, Bina ma'am. It's a pleasure to have Sanal, Manju Warrior, and Shaji Matthew. Indeed, a rare combination of director, actor, and producer. Thank you. First of all, thank you for joining in this online Zoom Thank session. you very much. വെൽക്കം മൂന്നുപേരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം സനലിനോടാണ്. സനലിന്റെ ആദ്യത്തെ സിനിമ ഒരാൾ പൊക്കത്തിന് ശേഷം പിന്നെയും ഒരു ഹിമാലയ ബാക്ക്ഗ്രൗണ്ട് വരുന്നു. അതിനേക്കാൾ ഉപരി ഒരു ഔട്ട്വേർഡ് ജേർണി ആസ് വെൽ ആസ് ഇൻവേർഡ് ജേർണി എന്നുള്ളൊരു തീം, അല്ലെങ്കിൽ ഈ ഒരു കയറ്റത്തിന്റെ ഒരു തീമിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രമേയ പരിസരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യത്തിൽ തുടങ്ങാന്ന് വിചാരിക്കുന്നു. എനിക്കൊന്ന് ഒരാൾ പൊക്കത്തിൽ തന്നെ ഈ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മായ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ അത് ഏതാണ്ട് 8 വർഷമായി. അപ്പൊ അതിനുശേഷമുള്ള നമ്മുടെ എക്സ്പീരിയൻസും പിന്നെ വായനയും ശരിക്കും പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് തന്നെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടല്ലോ. ഓരോ വർഷവും ഓരോ മാസവും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോ ജസ്റ്റ് എ ട്രയൽ, അത് മനസ്സിലാക്കാനുള്ള ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്ക്, പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ ചെയ്യുമ്പോഴാണ് സിനിമയെ മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. എന്താണ് ഫോം എന്നുള്ള കാര്യത്തില് നമുക്കിപ്പോഴും വളരെ യങ് ആയിട്ടുള്ള ആർട്ട് ഫോം അല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യാതെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ കൗതുകം നിലനിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഈ സബ്ജക്റ്റ് ആയാലും അതിന്റെ ഒരു പാറ്റേൺ ആയാലും ഒക്കെ എനിക്ക് എപ്പോഴും കൗതുകമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഒരു നാച്ചുറൽ പ്രോസസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അതിനോടൊപ്പം സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു മെയിൽ ഡിസയർ സീമിംഗ്ലി ഇൻട്രൂസീവ് ആണെന്ന് നമുക്ക് തോന്നുന്നു. അതായത് ഒരു മെന്റൽ സ്പേസിലേക്ക് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി കയറാൻ നോക്കുന്നുണ്ട്. എന്നാൽ വേറൊരു മെയിൽ ഡിസയർ സീമിംഗ്ലി ഇന്നസെന്റ് ആണ്, നെയ്വ് ആണ്. പക്ഷെ രണ്ടും മെയിൽ ഡിസയർ ആണ്. ഒരു സ്ത്രീയോടുള്ള ഒരു ആണിന്റെ ഒരു ഡിസയർ ആണ് അതിനകത്തൊരു അല്ലെ, ഒരു പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം. പക്ഷെ അതിനകത്ത് സീമിംഗ്ലി നെയ്വ് ആൻഡ് ഇന്നസെന്റ് ആയിട്ടുള്ള ആളാണ് അവസാനം എന്താവുന്നത്, അല്ലെ, ഒരു എക്സ്ട്രീം ആക്ഷനിലേക്ക് പോകുന്നത്, അല്ലെ. അങ്ങനെ ഒരു ഒബ്സർവേഷൻ എനിക്ക് ഇങ്ങനെ തോന്നി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഞാൻ ഇങ്ങനെ രണ്ടും ആണല്ലോ. അത് സ്ത്രീയുടെ അടുത്തേക്ക് അവളുടെ ഒരു വാത്സല്യമോ അല്ലെങ്കിൽ അടുപ്പമോ പ്രതീക്ഷിച്ച് ചെല്ലുന്നു. പക്ഷെ അത്
എന്താവുന്നു? അത് ഒരിക്കലും അവളെ ആശ്വസിപ്പിക്കുന്നതോ അല്ലെ അവൾക്ക് വേണ്ടുന്നതോ ആയി മാറാൻ കഴിയുന്നുമില്ല അല്ലെ? അതിനെക്കുറിച്ച് ശരിക്കും പുരുഷൻ സ്ത്രീ എന്നുള്ള ഡിസ്കോഴ്സ് പലപ്പോഴും തെറ്റിപ്പോകുന്നത് നമ്മളിതിനൊരു ടോട്ടലി നമുക്കിങ്ങനെ കീറി വെക്കാവുന്ന രണ്ട് എൻറ്റിറ്റീസ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും. പിന്നെ ആണും പെണ്ണും എന്ന് പറയുന്നത് നമ്മൾ അതിനെ രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് ഒന്ന് തന്നെയാണ്. ഈ ഡിസയറിന്റെ ഒരു കൾമിനേഷനിലാണ് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അത് എന്ത് തരത്തിലായാലും, ഫിസിക്കലായാലും ശരി, മെന്റലായാലും ശരി, ഈ ഒരു ഐക്യമുണ്ട്. അത് ഇപ്പോ നമ്മൾ പണ്ട് പോലെ പറയുന്ന ഒരു സംഗതിയാണ് സ്ത്രീ പുരുഷനാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ അതാണെന്ന് തോന്നുന്നു. സ്ത്രീ ശക്തിയും ശിവനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കുറെ കൺസെപ്റ്റുകളുണ്ട്, പഴയ കൺസെപ്റ്റ്സ് ആണ്. നമ്മളതൊക്കെ ഇപ്പോ കാര്യമായിട്ട് ചിന്തിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ അറിവ്, ഇപ്പൊ യൂണിവേഴ്സിനെ കുറിച്ചുള്ള അറിവ് തന്നെ ശരിക്കും മാറി മാറി വരുമ്പോൾ ഈ പറയുന്ന ഒരു ദ്വന്ദ്വും അതിനകത്ത് അവസാനം ചെന്നെത്തുന്നത് ഈ രണ്ടിലാണ്. ഇതിൽ മെറ്റീരിയലും എനർജി അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു രണ്ടിൽ ചെന്നെത്തും. പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇത് രണ്ടും ഒന്ന് തന്നെ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ആത്യന്തികമായ ഒരു കൺസെപ്റ്റ്. ഇപ്പൊ സയൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിലാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പറയുന്നത് പ്രകാശം തന്നെയാണ് ദ്രവ്യം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം അത് ഒരു പാർട്ടിക്കിൾ ആണോ ഒരു തരംഗമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ഈ ഒന്ന് തന്നെയാണെന്നുള്ള പ്രിൻസിപ്പിൾസ് നമുക്ക് പണ്ട് മുതലേ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ പിന്നെ ഈ അതിന്റെ ഒരു വളരെ ലോക്കൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു സംഗതി എങ്ങനെ കാണുന്നു നമ്മൾ ചിന്തിക്കുന്നത് പുരുഷന് നമ്മൾ കൊടുക്കുന്ന എന്തോ ഒരു അപ്രമാദിത്വത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. സ്ത്രീ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ബേർഡൻ നമ്മൾ എടുക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ സിനിമ എടുക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ ലോക്കൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സും നമുക്കുണ്ട്. അപ്പൊ ഈ സിനിമ ഏത് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാന്നാണ് എന്റെ ഒരു തോന്നില്ല. ഈ പറയുന്ന പോലെ അദ്വൈതത്തിന്റെ ഒരു തലത്തിൽ വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം, അല്ലെങ്കിൽ വളരെ ലോക്കൽ പൊളിറ്റിക്സിലും വേണമെങ്കിൽ കാണാം. അപ്പൊ ഈ പല വായനകൾക്കും സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു ആൻസർ. കാരണം എനിക്ക് അതിനകത്ത് ഒബ്സർവ് ചെയ്ത സമയത്ത്, സിനിമ കണ്ട സമയത്ത് തോന്നിയ ഒരു പ്രധാന കാര്യങ്ങളിൽ ഒന്നായിരുന്നു അത്. അത് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു. മഞ്ജുവിനോടാണ് അടുത്ത ചോദ്യം. എന്താ പറയാ, ഒരു ലോങ് അവൈറ്റഡ് എൻട്രി. നമുക്ക് സിനിമയെ പാരലൽ എന്നും മെയിൻ സ്ട്രീം എന്നും അങ്ങനെ രണ്ടായിട്ട് കാണേണ്ടതില്ല എന്നൊക്കെ ഒരുപാട് വാദിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ പോലുള്ള സിനിമാ പ്രേമികൾക്ക് എന്താണ്, മഞ്ജു സനലിന്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. എന്താണ്, ഒരു ലോങ് അവൈറ്റഡ് എൻട്രി ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. മഞ്ജു വാര്യർ എന്താണ് നമ്മുടെ ഒരു പാരലൽ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു കാര്യം. ആ അസോസിയേഷൻ എങ്ങനെ സംഭവിച്ചു? ഐ വിൽ ഈവൻ സേ ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് ഇപ്പോ അന്നത്തെ ജനറേഷനിൽ അരവിന്ദന്റെ സിനിമയിൽ സ്മിത പാട്ടീൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷം ആ ജനറേഷന് തോന്നിയ പോലും സന്തോഷമാണ് ആക്ച്വലി ഞങ്ങൾക്ക് തോന്നിയത്. സോ ഈ ഒരു അസോസിയേഷൻ സനൽകുമാറുമായിട്ടുള്ള ഈ ഒരു സിനിമ ചെയ്യാൻ എങ്ങനെയാണ് ഈ ഒരു അസോസിയേഷൻ സംഭവിച്ചതെന്ന് മഞ്ജുന്റെ ഒരു ക്വസ്റ്റനിൽ പറയാം. സനലുമായിട്ട് ഞങ്ങൾ പല സാഹചര്യങ്ങളിലും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സനലിന്റെ ഒഴിവ് ദിവസത്തെ കളിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ പല അവസരങ്ങളിലും ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഒന്നിച്ച് ജോലി ചെയ്യാനുള്ള ആഗ്രഹം ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സനലിന്റെ അടുത്തും പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് സനലിന്റെ ഏതൊരു സിനിമയുടെ ലിങ്ക് ചോദിച്ചുകൊണ്ടാണ് കുറെ നാൾക്ക് ശേഷം വീണ്ടും സെക്സി ദുർഗയുടെ ലിങ്ക് ചോദിച്ചുകൊണ്ട് ഞാൻ സനലിന് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും നല്ലൊരു പടം ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അപ്പൊ സനൽ പറഞ്ഞു, എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട്, അത് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് അയച്ചു തന്നു, വായിച്ചു, ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അത് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് എവറിത്തിങ് ഹാപ്പൻ സോ ഫാസ്റ്റ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനങ്ങനെ ഭയങ്കര വലിയ വേറെ കഥകളൊന്നും ഇതിന്റെ പിന്നിലില്ല. ഇറ്റ് വാസ് എ വെരി സിമ്പിൾ. ഐ റിക്വസ്റ്റഡ് ഹിം. ഹി ഓൾസോ വാസ് ഹാപ്പി ടു വർക്ക് വിത്ത് മീ. സംതിങ് came up, something interesting came up. Both of us liked it and we decided to make the film. And
എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായത്? പ്രത്യേകിച്ച് അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസും അല്ലെങ്കിൽ അതിന്റെ വി കൻ സി അങ്ങനെ ഒരു താമസിക്കാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ സിനിമയിൽ കണ്ടതുപോലുള്ള ടെന്റുകളിലൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ താമസിച്ചത്. അപ്പം ഒരു അതിന് ഈ ഒരു സെഷൻ ഒന്നും മതിയാവില്ല ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസിന്റെ കഥകളൊക്കെ പറയാൻ. എന്നാലും ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ഇതുവരെ അഭിനയിച്ച ചിത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ ഒരു ഷൂട്ടിംഗ് സ്വഭാവത്തിൽ നിന്നൊക്കെ ചിത്രീകരണ രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്ന സിനിമയായിരിക്കുമല്ലോ മഞ്ജു ഇതുവരെ അഭിനയിച്ചിട്ടുള്ള. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്ത് തരത്തിലുള്ള ഒരു റിഫ്രഷിംഗ് എക്സ്പീരിയൻസ്, എന്ത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത് ആക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ സംബന്ധിച്ച്? I was getting ready for a totally new experience, ഒരു totally new എന്താ പറയാ കൈൻഡ് ഓഫ് ഫിലിംസ് ആണെങ്കിലും ഇപ്പൊ സനൽ സൃഷ്ടിക്കുന്ന സിനിമകളും എനിക്ക് വളരെ പുതുമയുള്ളതാണ്. അപ്പൊ ഈ ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ലൈക് വി ഷോട്ട് ദിസ് ഫിലിം ഓൺ ആൻ ഐഫോൺ. സോ ആ ഒരു എക്സ്പീരിയൻസും എന്നെ സംബന്ധിച്ച് പുതിയതായിരുന്നു. ദ പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി, ദ വേ ദ സ്റ്റോറി ഡെവലപ്സ്, ഒരു ട്രാവലിംഗിലൂടെ ആണെങ്കിൽ സിനിമയും ഈ ഗ്രൂപ്പിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഐ വാസ് ടോട്ടലി എക്സൈറ്റഡ് ഫോർ ദ ന്യൂ എക്സ്പീരിയൻസ് ദാറ്റ് വാസ് വെയിറ്റിംഗ് മീ. പക്ഷെ ഞാൻ വിചാരിച്ചതിലും ഒരു 10,000 മടങ്ങ് എക്സൈറ്റിംഗ് ആയിരുന്നു എക്സ്പീരിയൻസ് ഓഫ് ദ ഷൂട്ട് ഫോർ മെനി റീസൺസ്. അത് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് വി ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഒരു നാച്ചുറൽ കലാമിറ്റിയും മറ്റേ സ്നോഫോൾ, ലാൻഡ് സ്ലൈഡ്, അവിടെ ഞങ്ങൾ സ്റ്റക്കായി, അങ്ങനത്തെ വലിയ കഥകളുണ്ട് അതിന്റെ പിന്നിൽ. ബട്ട് ഞാൻ എന്താ എക്സൈറ്റഡ് ആയിട്ട് ഐ അൺലേൺഡ് എവറിത്തിങ്. ഞാൻ ഇതുവരെ ഉണ്ടായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസസും എല്ലാം ഐ ജസ്റ്റ് വൈപ്ഡ് ഓഫ് എവറിത്തിങ് ആൻഡ് ഐ വാണ്ടഡ് ടു ലേൺ ഫ്രം ദിസ് എക്സ്പീരിയൻസ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. ആൻഡ് ഐ ഗോട്ട് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്, ഇൻക്ലൂഡിങ് നമ്മൾ അഭിനയിക്കുന്നതാണെങ്കിലും ലൈക്ക് ഹൗ നോട്ട് ടു ആക്ട് എന്നുള്ളതൊക്കെ സനലുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നിന്ന് എനിക്ക് ഒരുപാട് എങ്ങനെ നമുക്കൊരു സാഹചര്യത്തിൽ അഭിനയിക്കാതെ ബിഹേവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും ഇത് ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ ആക്ടർ ഐ ഓൾവേസ് വാണ്ടഡ് ടു അങ്ങനത്തെ ഒരു ബിഹേവിയർ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കയറ്റം ഓർ അഹർ വാസ് ടോട്ടലി ഫ്രഷ് ന്യൂ ലേണിംഗ് ഓർ അൺലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ എന്ന് പറയാം. ബ്യൂട്ടിഫുൾ, താങ്ക് യു. കമ്മിങ് ടു ഷാജി മാത്യു സർ, എനിക്ക് തോന്നുന്നത് മലയാളത്തില് ഒരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസറിന്റെ ഒരു റോള് അല്ലെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു സംഗതി പിന്നെയും തിരിച്ചു കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്ന ഷാജി സാറിന്റെ എസ്പെഷ്യലി യുവർ ലോങ് അസോസിയേഷൻ വിത്ത് സനൽ, നിവാട്സിന്റെ അല്ലെങ്കിൽ ഷാജി മാത്യു സാറിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു ലോങ് അസോസിയേഷൻ. സനലിന്റെ ഏകദേശം എല്ലാ സിനിമകളും നിവാട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. സാറിന്റെ ഒരു സനലിനൊത്തുള്ള ഈ ഒരു ലോങ് അസോസിയേഷനെ കുറിച്ച് സാർ ഒന്ന് പറയാമോ? നമ്മൾ ആർട്ടായിട്ട് ഒരു 15 കൊല്ലത്തോളം ആർട്ട് ഫീൽഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം ഓൾ ഫോംസ് ഓഫ് ആർട്ടിലേക്ക് കിടക്കാനായിരുന്നു ഇത്, അല്ലെങ്കിൽ പ്രസൻസ് ഫീൽ ചെയ്യായിരുന്നു. അപ്പോഴാണ് സനലിനെ കാണുന്നത്, സനലായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരാൾ പക്കത്തിൽ നിന്ന് ആ സ്റ്റോറി തുടങ്ങുന്നു. അപ്പോൾ ഞങ്ങളെ കെമിസ്ട്രി വളരെ നല്ല കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ സനൽ അവിടുന്ന് പറയും ഈ സ്റ്റോറി ഉണ്ട്, നമുക്ക് ചെയ്യണം. അപ്പോൾ 1 after 1 ആയിട്ട് ഇപ്പോൾ 7-8 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ സംതിങ് ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി, അല്ലെങ്കിൽ അങ്ങനെ ടു ബിഗ് എ വേർഡ്, ബട്ട് ആർട്ടും പാരലൽ മൂവിക്കും ഒരു ലൈഫ് ഉണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് പോകണം, ഓഡിയൻസ് വരണം, ആൾക്കാരെ എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ശരിക്കും മീൻസ് പോകുന്നത്. ആ ഉദ്ദേശത്തിൽ തന്നെ 1 after 1 മൂവീസ് നമ്മൾ ഇറക്കുന്നതും പിടിക്കുന്നതും അല്ല സനലായിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാകുന്നതും 7-8 കൊല്ലമായിട്ട് വളരെ സ്ട്രോങ് അസോസിയേഷൻ ആണ്. താങ്ക് യു സർ. ഞാൻ സിനിമയിലേക്ക് ഒന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം സനലിനോട് ചോദിക്കാനുള്ളത്, ആ മ്യൂസിക് ഗ്രൂപ്പിന്റെ ഒരു നാരേറ്റീവിന്റെ ഭാഗമായിട്ട് ആ ഒരു മ്യൂസിക് ഗ്രൂപ്പിന്റെ ഒരു അവരുടെ പ്രസൻസ് വളരെ രസകരമായിട്ട് തോന്നി. പ്രത്യേകിച്ചും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവര് കഥാപാത്രങ്ങളെ കുറിച്ചും കഥയെക്കുറിച്ചും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് മ്യൂസിക്കിലൂടെ. പ്രത്യേകിച്ച് he made a wrong move,
ഞാൻ സബ്ടൈറ്റിലിനകത്ത് വായിച്ചു. അപ്പൊ അതിനകത്ത് കഥാപാത്രങ്ങളെ കുറിച്ചും കഥയെക്കുറിച്ചും ഒരു സം കൈൻഡ് ഓഫ് ഒരു ഏലിനേറ്റഡ് ആയിട്ട് നിന്നിട്ട് ഒരു കമന്റ് പറയുന്ന പോലെ ഞാനത് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കണ്ടപ്പോഴാണ് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചത്. ആ ഒരു നറേറ്റീവ് എങ്ങനെയാണ് ഡിവൈസ് ചെയ്തത്? അതൊരു ഇംപ്രോംപ്റ്റു, അത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു അവിടെ ചെന്നതിന് ശേഷം, ഓർ ഇറ്റ് വാസ് ഇറ്റ് ഇൻ ദ സ്ക്രിപ്റ്റ് ഫ്രം ദ ബിഗിനിങ്? ഇല്ല, ഇത് എല്ലാം എനിക്ക് തോന്നുന്നു ഈ പ്രോസസ്സ് തന്നെ പലപ്പോഴും മിങ്കിൾഡ് ആണ്. നേരത്തെ നിശ്ചയിച്ച പോലെ പല കാര്യങ്ങളും നടക്കും. പിന്നെ ആ സ്ഥലത്തും സമയത്തും നമുക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ പലരുടെ ഇടപെടലുണ്ടല്ലോ. ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഏറ്റവും കുറഞ്ഞത് 10-40 പേരുടെ മനസ്സ് ഒരേ സമയത്ത് ഒരേ പോയിന്റിൽ വർക്ക് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ സിനിമ സംഭവിക്കുള്ളൂ. അതെങ്ങനെ സംഭവിക്കുന്നുള്ളത് വളരെ മാജിക്കലാണ് ആ സംഭവം. നമ്മൾ വിചാരിക്കും നമ്മള് വേറെ എന്ത് ജോലി ചെയ്യും പോലെയും ചെയ്യുകയാണെന്ന്. അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ ചിലപ്പോ ഒരു 10-100 പേര് ചേർന്നിട്ട് ഒരു പാലം കിട്ടുമായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. അത് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള എഫേർട്ട് ആയിരിക്കും പലപ്പോഴും ഇത് ചെയ്ത്. ഇത് അങ്ങനെയല്ല. ഇത് ഈവൻ ലൈറ്റ് കൊടുക്കുന്ന ആൾക്ക് പോലും ലൈറ്റ് എവിടെയാണ് വീഴേണ്ടത് എവിടെ വീഴരുത് എന്നുള്ള കാര്യത്തിൽ വളരെ അധികം അവന്റെ മനസ്സ് വർക്ക് ചെയ്യണം. അപ്പൊ ഈ മനസ്സിന്റെ ഒരു ഐക്യം ഉണ്ടാവുന്നത് ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന ഈ പോയിന്റിലായിരിക്കില്ല. നമ്മൾ വിചാരിക്കും ഓക്കെ ഈ സീന് ചെയ്തു വരുമ്പോ എക്സാക്ട്ലി ഈ മീനിങ് ഉണ്ടായി വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു സീന് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ അത് ചെയ്തു വരുമ്പോ ഈ ഉറുമ്പ് അരിമണി കൊണ്ടുപോകും പോലെയാണ്. പല തരത്തിലുള്ള പിടിവലികളെല്ലാം കൂടി ചേർന്നിട്ട് അത് ചെന്നെത്തുന്ന പോയിന്റ് വേറെ സ്ഥലത്തായിരിക്കും. അപ്പോ ഒരു പോയിന്റിൽ നമുക്ക് തോന്നുന്നു ഇത് ബ്യൂട്ടിഫുൾ ആണല്ലോ, നമ്മൾ വിചാരിച്ചതിനേക്കാളും മുകളിലാണല്ലോ എന്ന് നമുക്ക് തോന്നും. ആ ഒരു പോയിന്റ് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അവിടെ അത് തീരുമാനിക്കും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കും. ചിലപ്പോൾ നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ചെന്ന് ചെയ്യുന്ന സംഗതി ഒരിക്കലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അപ്പോൾ ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് സിനിമയിൽ. ഇപ്പൊ ഈ പറയുന്ന പർട്ടിക്കുലർ ഇൻസ്റ്റൻസും ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഈ ബന്ധു ഇപ്പൊ പറഞ്ഞ സബ് ടൈറ്റിൽസ് ഇല്ലാതെയും സിനിമ കാണാൻ പറ്റും. ആ ഇല്ലാതെ സിനിമ കണ്ടു കഴിഞ്ഞാൽ വേറൊരു സംഗതി ഉണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ മഞ്ജുനോട് ഒരിക്കലും സംസാരിക്കുകയും ചെയ്തു. നമുക്ക് ഇവരുടെ ഈ സബ് ടൈറ്റിൽ മുഴുവനും മാറ്റിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ തന്നെ സിനിമ പലർക്കും മനസ്സിലാവില്ല എന്ന് പറയുമായിരിക്കും. അപ്പൊ ഒരുപക്ഷെ ഇതും കൂടി മാറ്റുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അതിന് വേറൊരു വായന സാധ്യതയുണ്ട്. രണ്ടും വെച്ചിട്ട് സിനിമ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കത് കുറച്ചൊരു ഒരു പെർഫോമിംഗ് ആർട്ടിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള നല്ലൊരു, ഞാനൊരു നാടകക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതൊരു പെർഫോമിംഗ് ആർട്ടിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ടും അതിനകത്തൊരു നറേറ്റീവിനകത്തൊരു പുതിയൊരു എന്തെങ്കിലും പുതിയത് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഒരു രസമുള്ള ഒരു കൾമിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു മ്യൂസിക് ഗ്രൂപ്പിനെ വെച്ചുള്ള അവരുടെ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള ഇന്റർഫിയറൻസ് വളരെ നന്നായിട്ട് തോന്നിയായിരുന്നു. മഞ്ജുവിന്റെ അടുത്ത ഒരു ചോദ്യമാണ്. അതായത് ഇതുപോലുള്ളൊരു ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള വളരെ കാമ്പുള്ള ഒരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്തു. നല്ല ഇതുപോലുള്ള സിനിമകളിൽ അസോസിയേറ്റ് ചെയ്യാൻ, അതായത് ഇതൊരു സിൻസ് ഇറ്റ് ഇസ് ഓൾസോ ഗോയിങ് ഫോർ ദ പബ്ലിക്, നല്ല കഥയുള്ള നല്ല ക്രാഫ്റ്റുള്ള ചെറുപ്പക്കാര് വലുതല്ലാത്ത സിനിമകളുമായി വന്നാൽ മഞ്ജുവിനെ അഭിനയിക്കാനായി മഞ്ജു തയ്യാറാകുമോ എന്നുള്ള? ഓഫ് കോഴ്സ്, ഇപ്പോഴും ഉണ്ടല്ലോ. അതൊന്നും ഒരിക്കലും എന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ടേ ഇല്ല. ആസ് ലോങ് ആസ് ദ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ദ ഫിലിം ആസ് എ ഹോൾ എക്സൈറ്റ്സ് മീ, ഐ എം ഓൺലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് എനി കൈൻഡ് ഓഫ് ഫിലിം. അല്ലാതെ എനിക്കിങ്ങനെ കമേഴ്ഷ്യൽ എന്നോ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫിലിം എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഞാൻ സിനിമകളുടെ സെലക്ഷനിൽ അങ്ങനെ ചിന്തിക്കാറില്ല. I hope young filmmakers with strong content and script will come to you, because Manju is such a amazing actress, amazing talented. Yeah, so we wish idupolla projectuകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So I think we hope that you will be able to come to IFFK when it is happening
since we are having it Yeah, I will 4 be shooting locations. in Trivandrum during February. Yeah, I mean the whole of February I'll be in Trivandrum. So I hope to be able to make it to one of the screenings. It's എന്നെ സംബന്ധിച്ച് ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, since I am honored to be one of the producers also. So that is a totally new experience for me. So I would not want to miss it at any cost. ഈ മഞ്ജു നേരത്തെ പറഞ്ഞില്ലേ, മഞ്ജു ആണ് ഇങ്ങോട്ട് എന്താണ് ആഗ്രഹം പ്രകടിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് അത് തെറ്റാണെന്ന് തോന്നുന്നു. ഇല്ല, ഒരാൾക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മഞ്ജുവിനൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മഞ്ജു അത് ചെയ്യാന്ന് പറഞ്ഞു. നമ്മളൊരു സ്ക്രിപ്റ്റ് ഞാനിങ്ങനെ ഡിസ്കസ് സെക്സ് ചെയ്ത സമയത്താണ്. ശരിയാ. നമ്മൾ പല അവസരങ്ങളിലും നമ്മൾ കാണുകയും ഇന്ററാക്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ. അന്ന് മുതൽ എങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അതെ. Sanal is a filmmaker who I've always admired. So അത് അന്ന് നേരത്തെ എന്തോ നേരത്തെ ആ ഒരു കഥ പറഞ്ഞപ്പോ something didn't work out and അത് മാറിപ്പോയി. I don't exactly remember the reason, but പക്ഷെ അത് മാറിയതല്ല തോന്നുന്നു. ഞാനത് പിന്നെ സ്ക്രിപ്റ്റ് ആക്കാൻ നിന്നില്ല. എനിക്ക് സ്ക്രിപ്റ്റ് ആക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സംതിങ്. സോ ബട്ട് കയറ്റമായിരുന്നു ആദ്യം സംഭവിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഐ എം ഓൺലി ഹാപ്പി അബൌട്ട് ഇറ്റ്. Yeah, even I am very happy, Manju, you've been part of the movie. It was really a wonderful experience. And of course, yes. With Sanal has been always, and Manju, I'm really glad you came on board, and it's really nice. I'm more honored, Shajeta. Still cherish those moments, the snowfall and the landslide, the adventures that we had. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു Zoom sessions അതിന് മതിയാവില്ല to even begin to explain what we went through. And those memories are going to stay lifelong. Of course, yes. അതൊരു സാധാരണ പോലെ ഷൂട്ടിംഗ് ഒക്കെ സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ we would not have had this much of strong memories in our heads even after 2 years after completing the shoot. Very strong impacts is left. We came on national news. And also it's really heartwarming to see that you have come on board as a producer also. That is something really great. Especially to ഒരു meaningful ഒരു പാരലൽ സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിക്കുക എന്നുള്ളതിലുപരി പ്രൊഡ്യൂസറും കൂടെ ആയി വരിക എന്നുള്ളത് it is really kind and great of you, and we expect Thank more. you. It's an honor. We expect more. It's an honor to be part of this movie. Thank you. And Sanal, wind up in Sanal's പുതിയ പ്രോജക്റ്റിനെ കുറിച്ചും before that, I mean, how was the reception at Busan? Busanലാണല്ലോ പ്രീമിയർ ചെയ്തത്. ബുസാനിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആയിട്ട് എനിക്ക് Q&A പങ്കെടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു 40 പേർക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. ഒരു സ്ക്രീനിങ്ങേ ഉള്ളൂ. അതുപോലെ ആ കോവിഡിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അതങ്ങനെ എല്ലാ മേഖലയിലും പോലെ സിനിമയുടെ കാര്യത്തിലും ഈ പറയുന്ന പോലെ വളരെയധികം ഈ കോവിഡ് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ 2020 കംപ്ലീറ്റ് അത് കൊണ്ടുപോയല്ലോ. അപ്പൊ പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവലുകളുടെ ഒരു സ്വഭാവം അറിയാലോ, അവർക്ക് പുതിയ സിനിമ വേണം, പ്രീമിയർ വേണമല്ലോ. അപ്പൊ ഇനിയിപ്പോ ഈ 2021 എനിക്ക് തോന്നുന്നു സിനിമയുടെ മൊത്തം ഈ ഫെസ്റ്റിവലിൽ നിന്നൊക്കെ ആളുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തുന്ന തരത്തിലേക്ക് സിനിമ മാറുമെന്ന് തോന്നുന്നു. ഓരോ വർഷവും കോവിഡിന്റെ സമയത്ത് തന്നെ എല്ലാവരും വീട്ടിലിരിക്കുകയായിരുന്നെങ്കിലും ഇഷ്ടംപോലെ സിനിമകളുണ്ടായി. 2021 അതുപോലെ സിനിമകളുണ്ടാവുന്നു. അപ്പൊ ഈ സിനിമകൾക്കെല്ലാം എപ്പോഴെങ്കിലും ഈ ഫെസ്റ്റിവലുകളെ കാത്തിരിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. റിസപ്ഷൻ വളരെ നല്ലതായിരുന്നു, പക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലല്ലോ. നമുക്ക് സിനിമ ഉണ്ടാക്കിയിട്ട് ഈ ഒരു വർഷം എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്ത ഒരു സങ്കടം തന്നെയാണ്. കാരണം ഒരു സിനിമയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ് അതിനകത്തുനിന്നുണ്ടാകുന്ന ഡിസ്കഷൻസ്, ആളുകളുടെ ഉണ്ടാകുന്ന ഡിസ്കഷൻസ്. അതിപ്പോ നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം, പക്ഷെ ആ ഒരു ഡിസ്കഷൻസ് സംഭവിച്ചില്ല എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വളരെ പേഴ്സണലി നമുക്കൊരു ഇപ്പൊ അതിനകത്ത് ഒരുപാട് പേരുണ്ട്. അതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരും ഈ പറഞ്ഞ പോലെ മ്യൂസിക്കിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ അവര് ഓൺ ദി സ്പോട്ട് അവിടെ ഇംപ്രവൈസ് ചെയ്തിട്ട് മ്യൂസിക് ചെയ്യായിരുന്നു. അത് നമ്മൾ തന്നെ വളരെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സംഗതിയാണ് അത്. പിന്നെ ഈ മഞ്ജുവിനെ പോലെ ഒരാള് എനിക്ക് തോന്നില്ല വളരെയധികം സഫർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു പെയിനും ഒക്കെ എടുത്തിട്ട് നമ്മളൊരു സിനിമ ഉണ്ടാക്കി. പക്ഷെ ആ സിനിമ കാണുമായിരിക്കും, എന്തെങ്കിലും കാണുമായിരിക്കും, പക്ഷെ ആ സിനിമ ആ സമയത്ത് കാണുക, അതിൽ നിന്നുള്ള ഒപ്പീനിയൻസ് കിട്ടുക, അതിൽ നിന്നുള്ള ഡിസ്കഷൻസ് ഉണ്ടാവുക, അത്തരം കാര്യങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് പ്രശ്നമാണ്. അതിന് മാറുമായിരിക്കും. Yeah, we hope so. Especially കയറ്റം നമുക്ക് ഈ IFFKയുടെ ഭാഗമായിട്ട് 4 വെന്യൂവിൽ പോകാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും കുറച്ച് ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് വിചാരിച്ചത്.
ഇത് എങ്ങനെയായിരിക്കും സ്ക്രീനിങ്? ഒരു തിയേറ്ററാണോ അതോ പല തിയേറ്ററിലുണ്ടോ? ഇല്ല, ഒരു വെന്യൂല് 5 തിയേറ്റർ ആണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് റിപ്പീറ്റ് സ്ക്രീനിങ്സ് ഇല്ല. കോമ്പറ്റീഷൻ സെക്ഷനിലുള്ളത് മാത്രമാണ് നമ്മൾ റിപ്പീറ്റ് സ്ക്രീനിങ് ഉള്ളത്. ബാക്കി എല്ലാ ഫിലിംസും നമ്മൾ സിംഗിൾ സ്ക്രീനിങ്ങിൽ ഒതുക്കുകയാണ്. അപ്പം ഫിലിംസിന്റെ നമ്പർ ഓഫ് ഫിലിംസും കുറഞ്ഞു. ബട്ട് സ്റ്റിൽ നമ്മൾ 4 വെന്യൂല് പോകുമ്പോൾ ഏകദേശം കേരളത്തില് അങ്ങോളം ഇങ്ങോളം ഏകദേശം ഒരു 2000-ഓളം പേരെങ്കിലും സിനിമ കാണും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഒരു വെന്യൂലൊരു വലിയ തിയേറ്ററിലാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ വെച്ചിട്ട് പോലും നമുക്കൊരു 500-ഓളം പേരെ അല്ലെങ്കിൽ അബൌട്ട് ക്ലോസ് ടു 2000 നമുക്ക് കാണിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. So I think we can wind up this session. If any more comments or some interesting anecdotes or something like that, otherwise we can thank you. I mean, we look forward to having you. I mean, more crew members, 3 of you plus the other crew members who made this movie a wonderful experience. I hope they will also. Yeah, we were a very, very small group of people who were in the making of this film, Bandhu. Yeah, എനിക്ക് തോന്നുന്നു ആകെ കൂടി ഒരു 25 പേരൊക്കെ ഉണ്ടായിട്ടുള്ളൂ. So everyone was playing such important parts, important roles in the movie. Chandru needs to be especially mentioned, I think, to have shot the movie so beautifully. So Chandru Selvaraj, yes, that's his full name. So this is his first movie as an independent DOP, and everyone, ആർട്ടും എല്ലാവരും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയുടെ മേക്കിങ്ങിൽ. സോ ഐ തിങ്ക് ഐ നീഡ് ടു സ്പെഷ്യലി റിമെമ്പർ എവ്രിവൺ ആൻഡ് താങ്ക് എവ്രിവൺ who were with us during the making of this film. Great. Thank you. So thank you Manju, thank you Sanal, thank you Shaji Matthew. It's been wonderful sharing this experience of Kayatam with all of you for this IFFK.